അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് വബിഫദ്ലിഹി തസൂലുൽ മുലിമ്മാത്ത് വനഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ അന്നബിയ്യിൽ മുഖ്താർ وعلى آله وصحابه الأبرار وعلى من اتبعهم بإحسان من المؤمنين الأخيار. أما بعد. കാപ്പാട് ജാമിയ ഐനുൽ ഹുദയിലെ വിദ്യാർത്ഥി സംഘടന അൽ ഇഹ്സാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലെ 10ാമത്തെ സുദിനത്തിലാണ് നമ്മൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിലെ മാതൃകകളെ പഠിക്കുകയും അവ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പരിശ്രമിക്കുകയുമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. കല്യാണം കഴിഞ്ഞ് ആദ്യ 1-2 വർഷങ്ങൾ എല്ലാവരുടേതും സ്നേഹസമ്പന്നമാകും. കളിയും തമാശയും യാത്രകളും സൊറപറച്ചിലും അങ്ങനെ എന്തെല്ലാം. എന്നാൽ കൊല്ലം 1-2 കഴിഞ്ഞാൽ പതിയെ വൈവാഹിക ജീവിതത്തിലെ രസങ്ങൾക്ക് മങ്ങലേറ്റു തുടങ്ങും. എന്നാൽ തിരുദൂതരെ മാതൃകയായി കാണുന്ന നമുക്ക് ഒത്തിരി തിരുത്തലുകൾ ഈ വിഷയത്തിലും നടത്തേണ്ടതുണ്ട്. മരണം വരെ തിരുദൂതരുടെ കുടുംബജീവിതം ആ സ്നേഹപ്രകടനം നിലനിർത്തിയിരുന്നു. തമാശകൾ പറഞ്ഞും ചിരിച്ചും ചിരിപ്പിച്ചും ഉല്ലസിച്ചും രസമുള്ളതായിരുന്നു ആ മഹത് ജീവിതം. ഇപ്പോഴും കളിതമാശകളായിരുന്നു എന്ന് അതിനർത്ഥം വെക്കരുത്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടെത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം. കളിതമാശകളാണെങ്കിലും അതിൻ്റേതായ അതിർവരമ്പുകൾ സൂക്ഷിക്കലോടൊപ്പം തന്നെ എന്നാൽ അതിൻ്റെ ആനന്ദം ചോർന്നു പോകാത്ത നിലയിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആസ്വദിച്ചിരുന്നു. വരൂ, നമുക്ക് മദീനയിലേക്ക് യാത്ര പോകാം. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നു. അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തിരുദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുപേർക്കും ഇടയിലായിരുന്നു. അവിടുത്തെ ഒരു കാൽ സൗദ ബീവിയുടെയും മടിയിലും മറ്റൊരു കാൽ എൻ്റെയും അഥവാ ആയിഷ ബീവിയുടെ മടിയിലും വെച്ച് നല്ല രസകരമായ വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ, 2 ഭാര്യമാർക്കിടയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹമസൃണമായി പെരുമാറുന്നത്. അവർ തമ്മിലുള്ള കുടുംബബന്ധത്തിൻ്റെ അടുപ്പവും സ്നേഹവുമാണ് ഇത് അറിയിക്കുന്നത്. അവർക്കിടയിൽ പകയോ വിദ്വേഷമോ ഒന്നുമില്ല എന്നർത്ഥം. ഏതായാലും 3 പേരും നല്ല സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ വീട്ടുകാരിയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഞാൻ അല്പം വിഭവമുണ്ടാക്കി വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഈ സന്തോഷ നിമിഷത്തിൽ ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലെല്ലാം ആനന്ദകരമാണല്ലോ. അങ്ങനെ മഹദി പറയുന്നു, അത്തൈത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖസീറത്തിൻ ഖദ് തബഖ്തുഹാ ലഹു. അങ്ങനെ ഞാൻ ഖസീറ എന്നതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്, ഒരു സൂപ്പാണ്. അത് തയ്യാറാക്കി നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ സൗദ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കുലി, നിങ്ങളും ഇത് കഴിക്കൂ സൗദ. അന്നേരം സൗദ ബീവി ഫഅബത്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറഞ്ഞു, കുലി സൗദ ബീവി, കഴിക്കൂ നിങ്ങൾ. അന്നേരം വീണ്ടും സൗദ ബീവി റളിയല്ലാഹു അൻഹ ഫഅബത്, അത് നിരസിച്ചു, എനിക്ക് വേണ്ട. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവവും മട്ടൊക്കെ മാറി. അവിടുന്ന് പറഞ്ഞു, ലതകുലീന ഔ ലഉലത്തിഖന്ന വജ്ഹകി, എന്തായാലും ഇത് കഴിക്കണം സൗദ. പ്രത്യേകം ശ്രദ്ധിക്കണം, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണല്ലോ. അതിൻ്റേതായ കുസൃതിയും തമാശയും പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം സന്തോഷത്തോടെ ആസ്വദിക്കാറുമുണ്ട്.
നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്ന പോലെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞ് കളി തമാശകളിൽ നിന്നെല്ലാം അകന്നു കഴിഞ്ഞ ഒരാളായിരുന്നില്ല തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിദാക യാ റസൂലല്ലാ, എന്തൊരു നല്ല മനോഹരമായിട്ടുള്ള ജീവിതം. പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുമ്പോഴും കുടുംബക്കാരുടെ കാര്യങ്ങളിലും അവരുടെ കളി തമാശകളിലും പങ്കുകൊള്ളാനും അതെല്ലാം സന്തോഷത്തോടെ ആസ്വദിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ വരാം. എനിക്ക് ഖസീറ വേണ്ട. ഖസീറ എന്ന് പറഞ്ഞ ആ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഭക്ഷണമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തയ്യാറാക്കിയത്. അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു ആരെ? സൗദാ ബീവി റളിയല്ലാഹു അൻഹ. അന്നേരം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുകൾ, ല തകുലീന, നിങ്ങളിത് തിന്നുക തന്നെ വേണം, അല്ലെങ്കിൽ ഔ ല ഉലത്തിഖന്ന വജ്ഹകി, ഒന്നുകിൽ ഇത് നിങ്ങൾ തിന്നും, അല്ലെങ്കിൽ ഇതെടുത്ത് ഞാൻ നിങ്ങളുടെ മുഖത്ത് തേക്കും. സൗദാ ബീവി ആയിഷ ബീവി അതൊന്നും ചെയ്യൂല എന്ന വിചാരത്തിൽ ചിരിച്ചുകൊണ്ട് വീണ്ടും അബത്ത്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആലോചിക്കണം, തിരുനബിയുടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചു. മഹദി പറയുന്നു, ഫവളഅതു യദീ ഫിൽ ഖസീറ, ആ സൂപ്പ് പാത്രത്തിൽ എൻ്റെ കൈ ഞാൻ വെച്ചു. എന്നിട്ടോ ഫത്വലൈതു വജ്ഹഹ, സൗദാബിയുടെ മുഖത്ത് വാരി തേച്ചു. കുറച്ച് ആണ് അതിൽ നിന്ന് എടുത്തത്. സൗദാ ബീവി റളിയല്ലാഹു അൻഹ ഞെട്ടി. മുഖത്ത് വാരി തേക്കുന്നോ? ഈ നേരം ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനം എന്താവും ഒന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നാൽ നമ്മുടെ ആ സങ്കല്പങ്ങൾക്കെല്ലാം അതീതമായ ഒരു സമീപനമായിരുന്നു നബിയുടേത്. മഹദി ആയിഷ ബീവിയുടെ കുസൃതി കണ്ട തിരുദൂതർ ചിരിച്ചു. ഫളഹികൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. എന്നിട്ട് പാവമായി നിൽക്കുന്ന സൗദാ ബീവിക്ക് കുറച്ചധികം പിന്തുണ കൊടുക്കുന്ന രീതിയിൽ സൗദാ ബീവിയുടെ മടിയിൽ തിരുദൂതരുടെ ഫഖ്ദ് അഥവാ തുടഭാഗം സൗദാ ബീവിയുടെ മടിയിലാകുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിരുന്നു. എന്നിട്ട് സൗദാ ബീവിയോട് പറഞ്ഞു, ഇൽതഖി വജ്ഹഹ, ഇൽതഖി വജ്ഹഹ, സൗദാ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്കും ഒന്ന് വാരിത്തേച്ചോളൂ. മനുഷ്യ സഹജമായൊരു കുസൃതിയാണിത്. അതിനെ ആ രീതിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു എന്നർത്ഥം. നബി തങ്ങളുടെ സമ്മതം കിട്ടിയതിനാൽ സൗദാ ബീവി റളിയല്ലാഹു അൻഹ കുറച്ച് ഖസീറ, ആ ഭക്ഷണം എടുത്ത്, ആ സൂപ്പ് എടുത്ത് ആയിഷ ബീവിയുടെ മുഖത്തും തേച്ചു. ഇപ്പോൾ രണ്ടാളുടെ മുഖത്തും ഈ അരീസ അല്ലെങ്കിൽ ഈ ഖസീറ ആയിട്ടുണ്ട്. അത് കണ്ട് സ്നേഹനബി ചിരിക്കുകയാണ്. നബി മാത്രമല്ല, 3 പേരും ചിരിക്കുകയാണ്. ഇതൊരു ഭാര്യ ഭർത്താക്കളുടെ ഇടയിലുള്ള കുസൃതിയും കളി തമാശയുടെ നേരമാണല്ലോ. അതവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇതിനിടയിൽ പുറത്തു നിന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹുവിൻ്റെ ശബ്ദം കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ അഥവാ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ ഉറക്കയെ നീട്ടി വിളിക്കുകയാണ്. യാ അബ്ദുല്ലാ എന്ന് നീട്ടി വിളിക്കുന്നത് എന്തിനാണ്? പുറത്ത് ഞാനിവിടെ എത്തിയിട്ടുണ്ട് റസൂലെ എന്ന് അറിയിക്കാനായിരുന്നു അങ്ങനെ വിളിച്ചത്. ബുദ്ധിമാനായ തിരുദൂതർ ആ സൂചന മനസ്സിലാക്കി സൗദാ ബീവിയോടും ആയിഷ ബീവിയോടും പറഞ്ഞു, കൂമാ ഫഗ്സില വുജൂഹക്കുമാ, 2 പേരും വേഗം എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി നല്ല കുട്ടികളായിരുന്നോളൂ കേട്ടോ. കൂമാ, 2 പേരും വേഗം എഴുന്നേറ്റോളൂ. ഫഗ്സില വുജൂഹക്കുമാ, നിങ്ങളുടെ 2 പേരുടെ മുഖമൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി കഴുകിയിട്ട് നല്ല കുട്ടികളായിരുന്നോളൂ. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. നോക്കൂ, ഇമാം നസായി റളിയല്ലാഹു അൻഹു തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു തൻ്റെ താരീഖിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ പല പ്രമുഖ പണ്ഡിതന്മാരും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ ചരിത്രത്തിൽ മുഖത്ത് തേച്ചു എന്ന് പറയുന്നിടത്തെല്ലാം അതിൻ്റെ ഷറഹിൽ, അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഒരല്പഭാഗം ഒരു തമാശയുടെ ഭാഗമായിട്ട് ചെയ്തു. അതല്ലാതെ ഭക്ഷണം വേസ്റ്റാക്കുന്ന രീതിയിൽ, ഭക്ഷണം ദുർവ്യയം ചെയ്യുന്ന രീതിയിലുള്ള കളിതമാശയായിരുന്നില്ല അത് എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ ഇന്ന് നമ്മൾ നടക്കുന്ന പല ആഭാസങ്ങൾക്കും തെളിവായിട്ട് ഇതിനെ പിടിക്കാൻ പറ്റില്ല. അതിന് പകരം
ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു തമാശയുടെയും ഒരു കളിയുടെയും സന്തോഷ നിമിഷമായിട്ട് ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ചുരുക്കത്തിൽ പത്നിമാരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും കണ്ടറിഞ്ഞ് അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഈ മാതൃക നമുക്ക് സ്വീകരിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യംബഗി ലിർറജുലി അൻ യകൂന ഫീ അഹ്ലിഹി മിസ്ല സ്വബിയ്യി ഫൈദൽ തമസു മാ ഇൻദഹു വജദു റജുലൻ. പുരുഷൻ തൻ്റെ ഭാര്യ മക്കളുടെ അടുക്കലെത്തിയാൽ ഒരു ശിശുവിനെ പോലെ പെരുമാറട്ടെ. ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്കുകളാണ്. ഒരു പുരുഷൻ, ഒരാണ് തൻ്റെ ഭാര്യ മക്കളുടെ അടുക്കലെത്തിയാൽ ഒരു ശിശുവിനെ പോലെ, മിസ്ല സ്വബി, ഒരു ശിശുവിനെ പോലെ, ഒരു കുട്ടിയെപ്പോലെ പെരുമാറട്ടെ. എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെയാണോ പെരുമാറേണ്ടത്? അല്ല. പൗരുഷം കാണിക്കേണ്ട സന്ദർഭങ്ങളിൽ അവരൊരു പുരുഷനായി തന്നെ നിലകൊള്ളുകയും വേണം. ഈ ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്ക് ഇഹ്യാ ഉലൂമുദ്ദീൻ 2-ാം വാള്യത്തിൽ 44-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ആർദ്രമായൊരു നോട്ടം, സ്നേഹപൂർണമായ ഒരു തലോടൽ, സന്തോഷത്തോടെയുള്ള കളിതമാശകൾ, ഇത്തിരി നല്ല വാക്കുകൾ, ഒന്നിച്ചുള്ള യാത്രകൾ, ഒരേ തളികയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത്, ഇടയ്ക്കിടെയുള്ള സുഖാന്വേഷണങ്ങൾ എന്നിവയൊക്കെ ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തെ അടിമുടി ഊഷ്മളവും ആനന്ദ നിർഭരവുമാക്കും. ഒരു നോട്ടത്തിൻ്റെ, ഒരു സ്പർശനത്തിൻ്റെ, ഒരു ചുംബനത്തിൻ്റെ അഭാവമായിരിക്കും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളായി മാറുക. ഇണയോടൊത്തുള്ള പ്രണയാർദ്രമായ ഒരു മന്ദഹാസം, സന്തോഷദായകമായ തമാശകൾ ചില നേരങ്ങളിൽ മല പോലെ വന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെ ഉരുക്കിക്കളയും. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.